സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്ലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ ചെറിയൊരു ഈസ്റ്റ് ബംഗാളിൻ്റെ പെർഫോമൻസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈസ്റ്റ് ബംഗാൾ എഫ് സി ലാസ്റ്റ് മാച്ചിൽ അത്യാവശ്യം നല്ല കളിയാണ് കാഴ്ചവെച്ചത്. ഡിമിത്രിയോസ് ഡാമിൻ്റെ ക്ലോസിനെ ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും സെക്കൻഡ് ഹാഫ് ഒരു ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ പിൻവലിച്ച് ക്ലെയ്റ്റൺ സിൽവയെ കളിയിൽ ഇറക്കിയിരുന്നു. അഥവാ ഇന്നത്തെ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ രണ്ടുപേരും ഫസ്റ്റ് ലൈനപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നവോറ മഹേഷ് സിംഗും കാണും. ഈ 3 പേരുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് അത്യാവശ്യം വിയർപ്പൊഴുക്കി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അറ്റാക്കും മിഡ്ഫീൽഡും ഡിഫൻസും നോക്കുകയാണെങ്കിൽ അവർ നല്ല കളി തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അത്യാവശ്യം ക്ലീൻ പ്ലേയിങ് ആണ് നടത്തുന്നത്. ബംഗളൂരുവിനെതിരെ 1 ഗോളിന് തോറ്റെങ്കിലും നമ്മൾ അധികം അവരെ തള്ളിക്കളയാൻ സാധിക്കില്ല. പിന്നെ നവോറ മഹേഷ് സിംഗിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ KBSCക്ക് എഴുതിയുള്ള മാച്ചുകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ല പ്രകടനം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഒരു അപകടകാരിയായ വിങ്ങർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് അത്യാവശ്യം കഷ്ടപ്പെടേണ്ടി വരും. ബട്ട് നമ്മുടെ അറ്റാക്ക് സ്ട്രോങ് അല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മിഡും അറ്റാക്കും അത്യാവശ്യം കഷ്ടപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ കളിക്കുമ്പോൾ അറ്റാക്കിംഗ് സ്ട്രെങ്ത് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അറ്റാക്കിൻ്റെയും മിഡിൻ്റെയും വിഷയങ്ങൾ ഈ കളിയിലെങ്കിലും മാറ്റിയില്ലെങ്കിൽ നമ്മൾ